ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ ഒരു സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം കേട്ടുവരികയാണ്. ഞങ്ങൾ തീരുമാനിക്കുന്ന ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഒന്നാമത്തെ ബഡ്ജറ്റിൽ അംഗീകരിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടോ വേണമെങ്കിൽ ഒറ്റ അക്ഷരം മുണ്ടിയിട്ടില്ല. 3000 ഉറുപ്പികയാണ് അവർ പ്രഖ്യാപിച്ചത്. ആ 3000 ഉറുപ്പിക എൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആദ്യത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. എവിടെ പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമല്ല, ക്ഷേമ പെൻഷനെ പറ്റി ഒരക്ഷരം മുണ്ടിയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതില്ല. ലൈഫ് പദ്ധതി 5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് കൊടുത്തൊരു പദ്ധതിയാണ്. ഇനി കൊടുക്കാൻ ബാക്കിയല്ല, കൊടുത്ത പദ്ധതിയാണ്. ഇപ്പോഴും നിരവധിയായ 1 ലക്ഷത്തിലധികം ആളുകളുടെ വീടിൻ്റെ പണി പല ഘട്ടങ്ങളിലായി നിൽക്കുകയാണ്. ഒരു പരാമർശവും ഇല്ല. ഇപ്പോൾ പാർപ്പിടവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് മനുഷ്യനെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ ഫലപ്രദമായ ഒരു മറുപടിയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് അല്ല ഇത് എന്ന് നമുക്ക് മനസ്സിലാവും. കുടുംബശ്രീ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ലോകം ശ്രദ്ധിച്ച ഒന്നാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ പദ്ധതി യഥാർത്ഥത്തിൽ ഒന്നും തന്നെ പുതുതായിട്ട് നൽകുന്നില്ല എന്ന് മാത്രമല്ല, മുമ്പത്തെ ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചത് തന്നെ കുറക്കുകയാണ്. വയോജനക്ഷേമം വകുപ്പുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വയോജനക്ഷേമത്തിന് വേണ്ടി പണം നീക്കി വെക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. തൊഴിലുറപ്പ് പദ്ധതി അതിപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് തന്നെ മാറ്റി പുതിയ പദ്ധതിയായിട്ട് വരുമ്പോൾ ഗവൺമെൻറ് 40%, കേരള ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ചെലവിൻ്റെ 40% അതിനു വേണ്ടി നീക്കി വെക്കണം. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബൂസ്റ്റർ ഫണ്ട് എന്ന രീതിയിൽ 1000 രൂപ വെച്ചതാണ്. ഇപ്പോഴും ബൂസ്റ്റർ ഫണ്ടേ ഇല്ല. പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അവരിപ്പം പറഞ്ഞിട്ടുള്ളത് 2200 കോടി ഉറുപ്പികയെങ്കിലും കേരളം കേന്ദ്രത്തിന് അല്ലെങ്കിൽ വിഹിതമായി അംഗീകരിക്കണം. അത് അംഗീകരിച്ചാൽ മാത്രമേ തൊഴിൽ ദിനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങോട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കൂ. ആ 2200 കോടിക്ക് പകരം ഇവിടെ 1400 കോടി ഉറുപ്പികയെ മാത്രമേ മാറ്റി വച്ചിട്ടുള്ളൂ പദ്ധതിക്ക് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരു വലിയ തുക ഇനിയും കൊടുത്താൽ മാത്രമേ പദ്ധതി ആരംഭിക്കാൻ സാധിക്കുള്ളൂ. ജൂലൈ മാസം മുതൽ വേണമെന്നാണ്. അതിന് ഈ ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചത് 1400 കോടി മാത്രമാണ്. 2200 കോടി മിനിമം വേണം. എങ്കിൽ മാത്രമേ ഈ പരിപാടി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ് തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അത് ഇതിൽ ഒരു നയാ പൈസയും മാറ്റിവെച്ചിട്ടില്ല. ഇപ്പോൾ നഗരമേഖലയിലുള്ള തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായിട്ടും അയ്യങ്കാളിയുടെ പേരിലുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേപോലെ ട്രൈബൽ മേഖലയിൽ ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ കേരളം ട്രൈബൽ പ്ലസ് എന്നൊരു പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ പട്ടികവർഗ മേഖലയിലെ തൊഴിലാളികൾക്ക് ഒരു കൊല്ലം 200 ദിവസത്തെ ജോലി, അതാണ് ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കിയത്. യാതൊരു മുണ്ടാട്ടവും ഇല്ല. യഥാർത്ഥത്തിൽ ഈ പട്ടികവർഗ മേഖലയിൽ ഈ ട്രൈബൽ പ്ലസ് കൂടി വന്നപ്പോഴാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. അവർക്ക് ജോലി 200 ദിവസത്തെ ജോലി കിട്ടുക
സാധാരണ താഴെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം പോലും കിട്ടുന്നില്ല. 100 ദിവസമൊക്കെയാണ് പറയാതെ, അതൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ 125 ദിവസം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്യാൻ അവർ തീരുമാനിച്ചത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അവസാനിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി, ആരോഗ്യമേഖലയിൽ പൊതുവെ തന്നെ 1000 കോടി രൂപയുടെ ഒരു കുറവ് വരുത്തിയിരിക്കുകയാണ്. ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് മുൻ ഗവൺമെൻറ് നൽകിയ തുകയിൽ നിന്ന് 1000 കോടി രൂപയുടെ കുറവാണ് ആരോഗ്യമേഖലയിൽ മാത്രം വരുത്തിയിട്ടുള്ളത്. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ടും ഫണ്ട് 89 കോടി രൂപയുടെ ഫണ്ട് കുറച്ചിരിക്കുകയാണ്. ആശ്വാസകിരണം പദ്ധതി അതും കുറച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആരോഗ്യമേഖല ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ ഇന്ത്യയുടെ മുന്നിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൻ്റെ ഈ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രശ്നം ഗുരുതരമാക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.